അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഡബ്ലിംഗ് മല്ലു വേൾഡിൽ നിന്ന് ജസ്റ്റിൻ ലോയിസ് ആണ്. എല്ലാവർക്കും വലിയൊരു സ്വാഗതം. എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കാനുള്ള തിരക്കുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മളും അങ്ങനെ തന്നെയാണ്. ക്രിസ്മസ് ഈവില് വർക്കിംഗ് ആണ്. 24-ാം തീയതി വർക്കിംഗ് ആണ് കഴിഞ്ഞിട്ട് 25-ന് വർക്കിംഗ് ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം കൂടി അടിച്ച് പൊളിച്ച് ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരു ചെറിയൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കണം. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ സെലിബ്രേഷനൊക്കെ ഭാഗമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കട്ടെ. എന്താന്ന് പറഞ്ഞാലും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബ്ലിംഗ് മല്ലു വേൾഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ഒരു ചാനലിൽ കാണുന്ന അറിയാം, നമ്മുടെ വീഡിയോസ് റിലേറ്റഡ് ആയിട്ട് വരുന്നത് നമ്മുടെ ട്രാവലും ഫുഡ് പിൽഗ്രിമേജ് ഒക്കെയാണ്. കുറേ അധികം പേര് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനൽ വിജയിപ്പിക്കുന്നതൊക്കെ. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഒരു ചിക്കൻ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ അതൊക്കെ കാണാൻ വേണ്ടി എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബ്ലിംഗ് മല്ലു വേൾഡ് കാണണമെന്നുണ്ടെങ്കിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസിലേക്ക് കാണാനായിട്ട് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ദിസ് ഈസ് ജസ്റ്റിൻ ലോയിസ് ഫ്രം ഡബ്ലിംഗ് മല്ലു വേൾഡ്. ഓക്കെ, വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചിക്കൻ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ്. ഞാൻ ഏകദേശം സബോളയും അതുപോലെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം അരിഞ്ഞ് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്രയും ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു 1 കിലോയോളം ചിക്കനുണ്ട്. അപ്പം അത്രയും ചിക്കനാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. സ്കിന്നായിട്ടുള്ള ചിക്കനാണ്. അപ്പം ഞാൻ സ്കിന്നൊക്കെ ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാനുള്ള ആരംഭിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ട് ഞാനതൊന്ന് എന്താ പറയുക, നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചേക്കുവാണ് കേട്ടോ. ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റപ്പാക്കി വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം എടുത്ത് അന്ന് വഴറ്റി നമുക്കെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാൻ പോകണം കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. നമ്മൾ ഒരുപാട് എന്താ പറയുക, ചാറൊന്നുമായിട്ടല്ല ഉണ്ടാക്കുന്നത്. നമ്മൾ ജസ്റ്റ് നമ്മൾ ആ ഒരു കൂട്ടുണ്ടാക്കിയിട്ട് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ രീതിയിലാണ് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ചൊരു ഡിഫറെൻ്റ് ആണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമ്മുടെ ചട്ടിയിലകത്തേക്ക് നമ്മൾ മിക്സെല്ലാം കൂടെ ഇട്ട് കൊടുത്തിരുന്നു. അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ ഒറിഗനോയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് സെറ്റപ്പായി വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അത് പൊടികളൊക്കെ വളരെ കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. ഒരു ഡ്രൈ ആയിട്ടുള്ള ചിക്കനോട് ഉണ്ടാക്കാൻ ആദ്യം പറഞ്ഞ പോലെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ചിക്കൻ തൈസാണ് എടുത്തിരിക്കുന്നത്. മൊത്തം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് വരഞ്ഞായിട്ട് എടുത്തേക്കണം കേട്ടോ. എന്നിട്ട് നമ്മളത് റോ ആയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പോകണം. അപ്പം നമ്മുടെ കൂട്ട് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കനും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് അതിനകത്ത് കിടന്നൊന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടിയിലേക്ക് നമ്മൾ സോയാ സോസ് ഒഴിച്ച് കൊടുത്തു, അതുപോലെ കുരുമുളകൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാനത് മൂടി ഒന്ന് വെച്ച് വേവിക്കാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി ശരിക്കും മൂടി വെച്ചേക്കണം. നമ്മൾ ആ വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല ഇതിനകത്ത്. ഇതിൻ്റെ അകത്തിരുന്ന് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് വേഗം ഒരു കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റോടെ നല്ല അടിപൊളി ചായപ്പൊടിയാണ് കേട്ടോ. ഞാനൊരു കട്ടൻ ചായ ഉണ്ടാക്കി. അതുപോലെ ഷുഗർ ഞാൻ ഉപയോഗിക്കാറില്ല, സ്വീറ്റ്നറാണ് ഉപയോഗിക്കാറ്. അപ്പോൾ നമ്മുടെ കറി കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ശകലം പോലും നമ്മൾ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടികളൊക്കെ ഉപയോഗിച്ചിട്ടേ ഇല്ല ഇതിനകത്ത് പറഞ്ഞു. നോക്കിയത് നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് വന്നിട്ടില്ലെന്ന് കണ്ടോ. അപ്പം കുറേ സമയത്ത് നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളം ഒട്ടും ഒഴിക്കാതെയാണ് നമ്മൾ ഇത് വേവിച്ചെടുത്തത് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് നമ്മൾ എക്സ്ട്രാ അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പം കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല സെറ്റപ്പായിട്ട് നമ്മുടെ ചിക്കൻ വന്നിട്ടുണ്ട്. ഇനിയും വേവാനുണ്ട് സമയം. കുറേ കൂടെ നമ്മൾ സമയം കഴിഞ്ഞിട്ട് വേണം നമ്മളത് വാങ്ങാനായിട്ട്. അപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ മൂടി വെച്ച് ഒരു അരമണിക്കൂറിനോട് കൂടി വേവിക്കാം കേട്ടോ. നമ്മുടെ അടിപൊളി ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടോ. ചിക്കനൊക്കെ സെറ്റപ്പായിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ചിക്കന്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.